ശാന്തി. 12/1/25 പ്രഭാതമുരളി. അവ്യക്ത ബാബ്ദാദ റിവൈസ് 15/11/2003 മധുബൻ. മനസ്സിനെ ഏകാഗ്രമാക്കി ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഫരിസ്ത സ്ഥിതി അനുഭവിക്കൂ. ഇന്ന് സർവ ഖജനാവുകളുടെയും അധികാരി തൻ്റെ 4 ഭാഗത്തുമുള്ള സമ്പന്നരായ കുട്ടികളെ നോക്കുകയാണ്. ഓരോ കുട്ടിയെയും സർവ ഖജനാവുകളുടെയും അധികാരിയാക്കി. മറ്റാർക്കും നൽകാൻ സാധിക്കാത്ത ഖജനാവുകൾ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും സ്വയം ഖജനാവുകളാൽ സമ്പന്നമായി അനുഭവിക്കുന്നുണ്ടോ? ഏറ്റവും ശ്രേഷ്ഠമായ ഖജനാവാണ് ജ്ഞാനത്തിൻ്റെ ഖജനാവ്, ശക്തികളുടെ ഖജനാവ്, ഗുണങ്ങളുടെ ഖജനാവ്. ഒപ്പം ബാബയിലൂടെയും സർവ ബ്രാഹ്മണ ആത്മാക്കളിലൂടെയുമുള്ള ആശീർവാദങ്ങളുടെ ഖജനാവ്. അപ്പോൾ ചെക്ക് ചെയ്യൂ, ഈ സർവ ഖജനാവുകളും ലഭിച്ചുവോ? ആരാണോ സർവ ഖജനാവുകളാലും സമ്പന്നമായ ആത്മാവ്, അവരുടെ അടയാളമാണ് സദാ നയനങ്ങളിലൂടെയും മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും സന്തോഷം മറ്റുള്ളവർക്കും അനുഭവപ്പെടും. ഏതൊരു ആത്മാവ് സമ്പർക്കത്തിൽ വന്നാലും അവർക്ക് ഈ അനുഭവമുണ്ടാകും. ഈ ആത്മാവ് അലൗകിക സന്തോഷത്താൽ അലൗകികമായും വേറിട്ടതായും കാണപ്പെടുന്നു. താങ്കളുടെ സന്തോഷം കണ്ട് മറ്റ് ആത്മാക്കൾക്കും അല്പസമയത്തേക്ക് സന്തോഷം അനുഭവപ്പെടും. ഇതുപോലെ ബ്രാഹ്മണ ആത്മാക്കളായ താങ്കളുടെ വെള്ള വസ്ത്രം എല്ലാവർക്കും എത്ര വേറിട്ടതും പ്രിയപ്പെട്ടതുമായി തോന്നുന്നു. സ്വച്ഛതയും ലാളിത്യവും പവിത്രതയും അനുഭവപ്പെടുന്നു. ഇത് ബ്രഹ്മകുമാർ അഥവാ കുമാരിയാണ് എന്ന് ദൂരെ വെച്ച് തന്നെ മനസ്സിലാക്കുന്നു. ഇതേപോലെ തന്നെ ബ്രാഹ്മണ ആത്മാക്കളായ താങ്കളുടെ പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും സദാ സന്തോഷത്തിൻ്റെ തിളക്കവും ഭാഗ്യത്തിൻ്റെ ലഹരിയും കാണപ്പെടട്ടെ. ഇന്ന് സർവ ആത്മാക്കളും മഹാദുഃഖിതരാണ്. ഇങ്ങനെയുള്ള ആത്മാക്കൾ താങ്കളുടെ പ്രസന്ന മുഖം കണ്ട് പെരുമാറ്റം കണ്ട് ഒരു നിമിഷമെങ്കിലും സന്തോഷത്തിൻ്റെ അനുഭൂതി നേടട്ടെ. ഏതുപോലെ ദാഹിക്കുന്ന ആത്മാവിന് അഥവാ ഒരു തുള്ളി ജലം ലഭിക്കുകയാണെങ്കിൽ എത്ര സന്തോഷിക്കുന്നു. ഇതേപോലെ സന്തോഷത്തിൻ്റെ അഞ്ജലി ആത്മാക്കൾക്ക് വളരെ ആവശ്യമാണ്. ഇങ്ങനെ സർവ ഖജനാവുകൾ കൊണ്ടും സദാ സമ്പന്നമാകണം. ഓരോ ബ്രാഹ്മണ ആത്മാവും സ്വയം സർവ ഖജനാവുകളാലും സദാ നിറഞ്ഞവരായി അനുഭവിക്കുന്നുണ്ടോ? അതോ ഇടയ്ക്കിടയ്ക്കോ? ഖജനാവുകൾ അവിനാശിയാണ്. നൽകുന്ന ദാതാവും അവിനാശിയാണ്. അപ്പോൾ അവിനാശിയായി നിലനിൽക്കേണ്ടതുമാണല്ലോ. കാരണം താങ്കളെ പോലെ അലൗകിക സന്തോഷം മുഴുവൻ കൽപ്പത്തിലും ബ്രാഹ്മണ ആത്മാക്കളായ താങ്കൾക്കല്ലാതെ മറ്റാർക്കും പ്രാപ്തമാകുന്നില്ല. ഇപ്പോഴുള്ള ഈ അലൗകിക സന്തോഷം പകുതി കൽപ്പം പ്രാപ്തിയുടെ രൂപത്തിൽ തുടരുന്നു. അപ്പോൾ എല്ലാവരും സന്തുഷ്ടമാണ്. ഇതിൽ എല്ലാവരും കൈ ഉയർത്തി. ശരി, സദാ സന്തുഷ്ടമാണോ? എപ്പോഴെങ്കിലും സന്തോഷം പോയി കളയുന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടോ? സന്തോഷമുണ്ട്, എന്നാൽ സദാ ഏകരസം എന്നതിൽ വ്യത്യാസം വന്നു പോകുന്നു. സന്തോഷമായി ഇരിക്കുന്നു, എന്നാൽ പെർസെൻറ്റേജിൽ വ്യത്യാസം വന്നു പോകുന്നു. ബാബ്ദാദ ഓട്ടോമാറ്റിക് ടിവിയിലൂടെ എല്ലാ കുട്ടികളുടെയും മുഖം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് കാണപ്പെടുന്നത്? ഒരു ദിവസം താങ്കളും തൻ്റെ സന്തോഷത്തിൻ്റെ ചാർട്ട് ചെക്ക് ചെയ്യൂ. അമൃതവേള മുതൽ രാത്രി വരെ സന്തോഷത്തിൻ്റെ പെർസെൻറ്റേജ് ഒരേപോലെ നിലനിൽക്കുന്നുണ്ടോ അതോ മാറുന്നുണ്ടോ? ചെക്ക് ചെയ്യാൻ അറിയാമല്ലോ. ഇക്കാലത്ത് നോക്കൂ, സയൻസും ചെക്കിങ്ങിൻ്റെ മെഷീനറി വളരെ തീവ്രമാക്കിയിരിക്കുകയാണ്. അപ്പോൾ താങ്കളും ചെക്ക് ചെയ്യൂ, അവിനാശിയാക്കൂ. ബാബ്ദാദ എല്ലാ കുട്ടികളുടെയും വർത്തമാന പുരുഷാർത്ഥം ചെക്ക് ചെയ്തു. പുരുഷാർത്ഥം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു.
ചിലർ യഥാശക്തി, ചിലർ ശക്തിശാലി. അപ്പോൾ ഇന്ന് ബാബ്ദാദ എല്ലാ കുട്ടികളുടെയും മനസ്സിൻ്റെ സ്ഥിതിയെ ചെക്ക് ചെയ്തു. കാരണം മുഖ്യമായത് തന്നെ മന്മനാഭവയാണ്. സേവനത്തിൽ നോക്കിയാലും മനസ്സാ സേവനം ശ്രേഷ്ഠ സേവനമാണ്. മനസ്സിനെ ജയിക്കുമ്പോൾ ജഗജ്ജീത്താകും എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ മനസ്സിൻ്റെ ഗതിയെ ചെക്ക് ചെയ്തു. അപ്പോൾ എന്താണ് കണ്ടത്? മനസ്സിൻ്റെ അധികാരിയായി മനസ്സിനെ നയിക്കുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മനസ്സ് താങ്കളെയും നയിക്കുന്നു. മനസ്സ് പരവശവുമാക്കുന്നു. ബാബ്ദാദ കണ്ടതിതാണ്. മനസ്സുകൊണ്ട് താല്പര്യം യോജിപ്പിക്കുന്നു, എന്നാൽ മനസ്സിൻ്റെ സ്ഥിതി ഏകാഗ്രമാകുന്നില്ല. വർത്തമാന സമയത്ത് മനസ്സിൻ്റെ ഏകാഗ്രത ഏകരസസ്ഥിതിയുടെ അനുഭവം ഉണ്ടാക്കിക്കും. ഇപ്പോൾ റിസൾട്ടിൽ കണ്ടത് ഇതാണ്. മനസ്സിനെ ഏകാഗ്രമാക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അലഞ്ഞുതിരിയുന്നു. ഏകാഗ്രതയുടെ ശക്തി അവ്യക്ത പരിസ്ഥിതിയുടെ സഹജ അനുഭവം ഉണ്ടാക്കിക്കും. മനസ്സ് അലയുന്നു, ഒന്നുകിൽ വ്യർത്ഥ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ വ്യർത്ഥ സങ്കല്പങ്ങളിൽ, അല്ലെങ്കിൽ വ്യർത്ഥ വ്യവഹാരത്തിൽ. ചിലർക്ക് ശരീരം കൊണ്ടുപോലും ഏകാഗ്രമായിരിക്കാനുള്ള ശീലമില്ല, ചിലർക്കുണ്ട്. അപ്പോൾ മനസ്സിനെ എവിടെ ആഗ്രഹിക്കുന്നോ, എങ്ങനെ ആഗ്രഹിക്കുന്നോ, എത്ര സമയം ആഗ്രഹിക്കുന്നുവോ അത്രയും ഇങ്ങനെ ഏകാഗ്രമാകണം. ഇതിനെയാണ് മനസ്സ് നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്നത്. ഏകാഗ്രതയുടെ ശക്തിയും അധികാരി അവസ്ഥയുടെ ശക്തിയും സഹജമായി നിർവിഘ്നമാക്കി മാറ്റുന്നു. യുദ്ധം ചെയ്യേണ്ടി വരുന്നില്ല. ഏകാഗ്രതയുടെ ശക്തിയിലൂടെ സ്വതവേ തന്നെ ഒരു ബാബ, രണ്ടാമതാരുമില്ല എന്ന അനുഭൂതി ഉണ്ടാകുന്നു. സ്വതവേ ഉണ്ടാകും, പ്രയത്നിക്കേണ്ടി വരില്ല. ഏകാഗ്രതയുടെ ശക്തിയിലൂടെ സ്വതവേ തന്നെ ഏകരസ പരിസ്ഥ സ്വരൂപത്തിൻ്റെ അനുഭൂതി ഉണ്ടാകുന്നു. ബ്രഹ്മബാബയോട് സ്നേഹമുണ്ടല്ലോ. അപ്പോൾ ബ്രഹ്മബാബയ്ക്ക് സമാനമാവുക എന്നാൽ പരിസ്ഥയാവുക എന്നർത്ഥം. ഏകാഗ്രതയുടെ ശക്തിയിലൂടെ സ്വതവേ തന്നെ സർവരെ പ്രതിയും സ്നേഹത്തിൻ്റെയും മംഗളത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും വൃത്തി ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. കാരണം ഏകാഗ്രത എന്നാൽ സ്വമാനത്തിൻ്റെ സ്ഥിതി. ഫരിസ്ഥാസ്ഥിതി സ്വമാനമാണ്. ഇതുപോലെ ബ്രഹ്മബാബയെ കണ്ടിട്ടുണ്ട്, വർണ്ണിക്കുകയും ചെയ്യുന്നു. സമ്പന്നതയുടെ സമയം സമീപം വന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് എന്താണ് കണ്ടത്? നടക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന പരിസ്ഥാരൂപം, ദേഹബോധരഹിതം. ദേഹത്തിൻ്റെ ഫീലിംഗ് വരുമായിരുന്നോ? മുന്നിൽ പോകുമായിരുന്നപ്പോൾ ദേഹം കാണപ്പെടുമായിരുന്നോ? അതോ ഫരിസ്ഥാരൂപം അനുഭവപ്പെടുമായിരുന്നോ? കർമ്മം ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും ഡയറക്ഷൻ നൽകുമ്പോഴും ഉന്മേഷവും ഉത്സാഹവും വർദ്ധിപ്പിക്കുമ്പോഴും ദേഹത്തിൽ നിന്നും വേറിട്ടതായും സൂക്ഷ്മ പ്രകാശരൂപത്തിൻ്റെയും അനുഭൂതി ഉണ്ടായി. ബ്രഹ്മബാബ സംസാരിച്ചുകൊണ്ടിരിക്കുകയുമാണ്, എന്നാൽ ഇവിടെയില്ല. നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ ദൃഷ്ടി അലൗകികമാണ്. ഇത് സ്ഥൂല ദൃഷ്ടിയല്ല എന്ന് തോന്നുമായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. ദേഹബോധത്തിൽ നിന്നും വേറിട്ടത്. മറ്റുള്ളവർക്കും ദേഹത്തിൻ്റെ ബോധം വന്നില്ല, വേറിട്ട രൂപം കാണപ്പെട്ടു. ഇതിനെയാണ് ദേഹത്തിലിരിക്കവേ പരിസ്ഥാ സ്വരൂപം എന്ന് പറയുന്നത്. ഓരോ കാര്യത്തിലും, വൃത്തിയിലും, ദൃഷ്ടിയിലും, കർമ്മത്തിലും വേറിട്ട അവസ്ഥയുടെ അനുഭവമുണ്ടാകണം. ഇവർ സംസാരിക്കുകയാണ്, പക്ഷേ വേറിട്ടതിലും വേറിട്ടത്, പ്രിയത്തിലും പ്രിയവും ആയി തോന്നുന്നു. ആത്മീയ പ്രിയപ്പെട്ടവർ. ഇങ്ങനെയുള്ള ഫരിസ്ഥാസ്ഥിതിയുടെ അനുഭൂതി സ്വയവും ഉണ്ടാകണം, മറ്റുള്ളവർക്കും ഉണ്ടാക്കിക്കണം. കാരണം പരിസ്ഥയാകാതെ ദേവതയാകുവാൻ സാധിക്കില്ല. പരിസ്ഥ സോ ദേവത എന്നാണ്. അപ്പോൾ നമ്പർ 1 ബ്രഹ്മാവിൻ്റെ ആത്മാവ് പ്രത്യക്ഷത്തിൽ സാകാര രൂപത്തിലും ഫരിസ്ഥ ജീവിതത്തിൻ്റെ അനുഭവം ഉണ്ടാക്കിച്ചു.
ഫരിസ്ത സ്വരൂപമായി മാറുകയും ചെയ്തു. ആ ഫരിസ്ത രൂപത്തോടൊപ്പം നിങ്ങൾക്കേവർക്കും ഫരിസ്തയായി പരംധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി മനസ്സിൻ്റെ ഏകാഗ്രതയുടെ മേൽ അറ്റൻഷൻ നൽകൂ. ഓർഡർ അനുസരിച്ച് മനസ്സിനെ പ്രവർത്തിപ്പിക്കൂ. ചെയ്യേണ്ടതുണ്ടെങ്കിൽ മനസ്സിലൂടെ കർമ്മമുണ്ടാകണം. ചെയ്യേണ്ട ആവശ്യമില്ലാത്തപ്പോൾ മനസ്സ് ചെയ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഇത് അധികാരി അവസ്ഥയല്ല. ഇപ്പോൾ പല കുട്ടികളും പറയുന്നു, ആഗ്രഹിക്കുന്നില്ല പക്ഷേ സംഭവിച്ചു പോയി, ചിന്തിക്കുന്നില്ല പക്ഷേ സംഭവിച്ചു പോയി, ചെയ്യുവാൻ പാടില്ലാത്തതാണ് എന്നാൽ സംഭവിച്ചു പോകുന്നു. ഇതാണ് മനസ്സിന് വശീഭൂതമായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ നല്ലതായി തോന്നുന്നില്ലല്ലോ. ഫോളോ ബ്രഹ്മ ബാബ. ബ്രഹ്മ ബാബയെ കണ്ടു. മുന്നിൽ നിൽക്കുമ്പോഴും എന്തനുഭവമാണ് ഉണ്ടാകുമായിരുന്നത്? ഫരിസ്ത നിൽക്കുകയാണ്, ഫരിസ്ത ദൃഷ്ടി നൽകുകയാണ്. അപ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രതയുടെ ശക്തി സഹജമായി ഫരിസ്തയാക്കി മാറ്റും. ബ്രഹ്മബാബയും കുട്ടികളോട് ഇതാണ് പറയുന്നത്, സമാനമാകൂ. ശിവ് ബാബ പറയുന്നു നിരാകാരിയാകൂ, ബ്രഹ്മബാബ പറയുന്നു ഫരിസ്തയാകൂ. അപ്പോൾ എന്താണ് മനസ്സിലാക്കിയത്? റിസൾട്ടിൽ എന്താണ് കണ്ടത്? മനസ്സിൻ്റെ ഏകാഗ്രത കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് വളരെയധികം ചുറ്റി സഞ്ചരിക്കുന്നു, മനസ്സ് അലയുന്നു. എവിടെ പോകുവാൻ പാടില്ലയോ അവിടെ പോകുന്നുവെങ്കിൽ അതിനെ എന്തു പറയും? അലഞ്ഞു തിരിയൽ എന്ന് പറയുമല്ലോ. അപ്പോൾ ഏകാഗ്രതയുടെ ശക്തിയെ വർദ്ധിപ്പിക്കൂ. അധികാരി അവസ്ഥയുടെ സ്റ്റേജിൻ്റെ സീറ്റിൽ സെറ്റായിരിക്കൂ. എപ്പോഴാണോ സെറ്റാകുന്നത് അപ്പോൾ അപ്സെറ്റ് ആവുകയില്ല. സെറ്റല്ലെങ്കിൽ അപ്സെറ്റ് ആകുന്നു. ഭിന്ന ഭിന്ന ശ്രേഷ്ഠ സ്ഥിതികളുടെ സീറ്റിൽ സെറ്റായിരിക്കൂ. ഇതിനെയാണ് ഏകാഗ്രതയുടെ ശക്തി എന്ന് പറയുന്നത്. ശരിയല്ലേ? ബ്രഹ്മബാബയോട് സ്നേഹമുണ്ടല്ലോ. എത്ര സ്നേഹമുണ്ട്? എത്രയുണ്ട്? വളരെയധികം സ്നേഹമുണ്ട്. അപ്പോൾ സ്നേഹത്തിൻ്റെ റെസ്പോൺസ് മറുപടിയായി ബാബയ്ക്ക് എന്താണ് നൽകിയത്? ബാബയ്ക്കും സ്നേഹമുണ്ട്. അതിനാലാണല്ലോ താങ്കൾക്കും സ്നേഹമുള്ളത്. അപ്പോൾ റിട്ടേണായി എന്താണ് നൽകിയത്? സമാനം ആകണം. ഇത് തന്നെയാണ് റിട്ടേൺ. ശരി, ഡബിൾ വിദേശികളും വന്നിരിക്കുകയാണ്. നല്ലതാണ്. ഡബിൾ വിദേശികളെ കൊണ്ടും മധുബൻ്റെ അലങ്കാരം ഉണ്ടാകുന്നു. ഇൻ്റർനാഷണൽ ആകുന്നുവല്ലോ. നോക്കൂ, മധുബനിൽ വിങ്സിൻ്റെ സേവനം നടക്കുന്നു. അതിലൂടെ ശബ്ദം 4 ഭാഗത്തും വ്യാപിക്കുന്നു. താങ്കൾ നോക്കുകയാണെങ്കിൽ എപ്പോൾ മുതലാണോ ഈ വർഗീകരണത്തിൻ്റെ, അതായത് വിങ്സിൻ്റെ സേവനം ആരംഭിച്ചത്, അപ്പോൾ IP ക്വാളിറ്റി ഉള്ളവരിലേക്ക് ശബ്ദം കൂടുതൽ വ്യാപിച്ചു. VVIPയുടെ കാര്യം വിട്ടേക്കൂ. അവർക്ക് ഒഴിവു സമയം എവിടെയാണുള്ളത്? വലിയ വലിയ പ്രോഗ്രാം ചെയ്തു, അതിലൂടെയും ശബ്ദം വ്യാപിക്കുന്നു. ഇപ്പോൾ ഡൽഹിയും കൽക്കട്ടയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നല്ല പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രയത്നവും നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ്ദാദയുടെ അടുക്കൽ സമാചാരം എത്തിക്കൊണ്ടിരിക്കുന്നു. ഡൽഹിയുടെ ശബ്ദം ഫോറിൻ വരെയും എത്തിച്ചേരേണ്ടത് ആവശ്യമാണ്. മീഡിയയിലുള്ളവർ എന്താണ് ചെയ്യുന്നത്? കേവലം ഭാരതം വരെ. ഫോറിനിൽ നിന്നും ശബ്ദം വരണം. ഡൽഹിയിൽ ഈ പ്രോഗ്രാം നടന്നു, കൽക്കട്ടയിൽ ഈ പ്രോഗ്രാം നടന്നു. അവിടെ നിന്നുള്ള ഈ ശബ്ദം ഇന്ത്യയിൽ വരണം. ഇന്ത്യയിലെ കുംഭകർണന്മാർ വിദേശത്തു നിന്നാണല്ലോ ഉണരേണ്ടത്. അപ്പോൾ വിദേശത്തിൽ നിന്നുള്ള ന്യൂസിന് മഹത്വമുണ്ട്. പ്രോഗ്രാം ഭാരതത്തിലാണ് നടക്കുന്നത്. സമാചാരം വിദേശത്തിലെ പത്രങ്ങളിലൂടെ എത്തിച്ചേരണം. അപ്പോൾ വ്യാപിക്കും. ഭാരതത്തിൻ്റെ ശബ്ദം വിദേശത്തിൽ എത്തിച്ചേരണം. വിദേശത്തിൻ്റെ ശബ്ദം ഭാരതത്തിൽ എത്തിച്ചേരണം. അതിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നു. നല്ലതാണ്. ഏത് പ്രോഗ്രാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നോ അത് നല്ലതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.
ബാബ്ദാദ ഡൽഹിയിലുള്ളവർക്കും സ്നേഹത്തിനും പ്രയത്നത്തിനുമുള്ള അനുമോദനങ്ങൾ നൽകുന്നു. കൽക്കട്ടയിലുള്ളവർക്കും ഇൻ അഡ്വാൻസ് ആശംസകൾ. കാരണം സഹയോഗം, സ്നേഹം, ധൈര്യം എപ്പോഴാണോ ഈ 3 കാര്യങ്ങളും ചേരുന്നത് അപ്പോൾ ശബ്ദം ഉച്ചത്തിലാകുന്നു. ശബ്ദം വ്യാപിക്കും. എന്തുകൊണ്ട് വ്യാപിക്കില്ല? ഇപ്പോൾ മീഡിയയിലുള്ളവർ ഈ അതിശയം ചെയ്യണം. എല്ലാവരും TV-യിൽ കണ്ടു, ഇത് TV-യിൽ വന്നു എന്നത് മാത്രം പോരാ, അത് ഭാരതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയും വിദേശം വരെയും എത്തിക്കൂ. ഈ വർഷം ശബ്ദം വ്യാപിപ്പിക്കുന്നതിൻ്റേത് എത്ര ധൈര്യത്തിലും ഉച്ചത്തിലും ആഘോഷിക്കുന്നു എന്നത് ഇപ്പോൾ നോക്കും. ബാബ്ദാദയ്ക്ക് ഈ ഒരു സമാചാരം ലഭിച്ചു. ഡബിൾ ഫോറിനേഴ്സിന് വളരെയധികം ഉന്മേഷമുണ്ട്. ഉണ്ടല്ലോ, നല്ലതാണ്. അന്യോന്യം കാണുമ്പോൾ കൂടുതൽ ഉന്മേഷം വരുന്നു. ആര് മുൻകൈ എടുക്കുന്നുവോ അവർ ബ്രഹ്മാവിന് സമാനമാണ്. നല്ലതാണ്. ദാദിക്കും സങ്കല്പം വരുന്നു. ബിസിയാക്കുന്നതിനുള്ള രീതി നന്നായി അറിയാം. നല്ലതാണ്. നിമിത്തമാണല്ലോ. ശരി. എല്ലാവരും പറക്കുന്ന കല ഉള്ളവരാണല്ലോ. പറക്കുന്ന കല ഫാസ്റ്റ് കലയാണ്. നടക്കുന്ന കലയും കയറുന്ന കലയും ഫാസ്റ്റ് കലയല്ല. പറക്കുന്ന കല ഫാസ്റ്റുമാണ്, ഫസ്റ്റ് കൊണ്ടുവരുന്നതുമാണ്. ശരി. മാതാക്കൾ എന്തു ചെയ്യും? മാതാക്കൾ തങ്ങളുടെ ഒരേ വിഭാഗത്തിലുള്ളവരെ ഉണർത്തൂ. ഏറ്റവും കുറഞ്ഞത് ഏതെങ്കിലും പരാതി പറയുന്ന മാതാക്കൾ അവശേഷിക്കരുത്. മാതാക്കളുടെ സംഖ്യ സദാ കൂടുതലായിരിക്കും. ബാബ്ദാദയ്ക്ക് സന്തോഷമുണ്ടാകുന്നു. ഈ ഗ്രൂപ്പിൽ എല്ലാവരുടെയും നല്ല സംഖ്യ വന്നിട്ടുണ്ട്. കുമാരന്മാരുടെയും സംഖ്യ നല്ലത് വന്നിട്ടുണ്ട്. നോക്കൂ, കുമാരന്മാർ തങ്ങളുടെ സമാന വിഭാഗത്തിലുള്ളവരെ ഉണർത്തൂ. നല്ലതാണ്. കുമാരന്മാർ സ്വപ്നത്തിൽ പോലും പവിത്രതയിൽ പരിപക്വമാണ് എന്ന അത്ഭുതം കാണിക്കണം. ബാബ്ദാദ വിശ്വത്തിൽ ചലഞ്ച് ചെയ്ത് പറയട്ടെ, ബ്രഹ്മകുമാർ, യൂത്ത് കുമാർ, ഡബിൾ കുമാർ ആണല്ലോ. ബ്രഹ്മകുമാറുമാണ്, ശരീരം കൊണ്ടും കുമാറാണ്. അപ്പോൾ പവിത്രതയുടെ പരിഭാഷ പ്രാക്ടിക്കലിൽ ഉണ്ടാകണം. താങ്കളെ പവിത്രതയുടെ കാര്യത്തിൽ ചെക്ക് ചെയ്യുവാൻ ഓർഡർ ചെയ്യട്ടെ. ഇതിൽ കൈ ഉയർത്തുന്നില്ല. ചെക്ക് ചെയ്യാനുള്ള മെഷീനുകളുണ്ട്. സ്വപ്നത്തിൽ പോലും അപവിത്രത ധൈര്യം വയ്ക്കരുത്. കുമാരിമാർക്കും ഇങ്ങനെ ആകേണ്ടതുണ്ട്. കുമാരി എന്നാൽ പൂജ്യ പവിത്ര കുമാരി. കുമാരന്മാരും കുമാരിമാരും ബാബ്ദാദയോട് ഈ പ്രോമിസ് ചെയ്യണം, നമ്മളേവരും സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പോലും വരാത്ത വിധം പവിത്രമാണെന്ന്. അപ്പോൾ കുമാരന്മാരുടെയും കുമാരിമാരുടെയും പവിത്രതയുടെ സെറിമണി ആഘോഷിക്കും. ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ട്. ബാബ്ദാദയ്ക്ക് അറിയാം അപവിത്രതയുടെ അവിദ്യ ഉണ്ടാകണം. കാരണം പുതിയ ജന്മം എടുത്തിരിക്കുകയാണല്ലോ. അപവിത്രത താങ്കളുടെ കഴിഞ്ഞ ജന്മത്തിലെ കാര്യമാണ്. മർജീവ ജന്മമാണ്. ജന്മം തന്നെ ബ്രഹ്മമുഖത്തിലൂടെയുള്ള പവിത്ര ജന്മമാണ്. അപ്പോൾ പവിത്ര ജന്മത്തിൻ്റെ മര്യാദ വളരെ ആവശ്യമാണ്. കുമാരിമാർ ഈ കൊടി പാറിക്കേണ്ടത് ആവശ്യമാണ്. പവിത്രമാണ്. പവിത്ര സംസ്കാരം വിശ്വത്തിൽ വ്യാപിപ്പിക്കും. ഈ മുദ്രാവാക്യം മുഴങ്ങണം. കുമാരിമാർ കേട്ടുവോ? നോക്കൂ, എത്രമാത്രം കുമാരിമാരുണ്ട്. ഇപ്പോൾ നോക്കും, കുമാരിമാരാണോ ഈ ശബ്ദം വ്യാപിപ്പിക്കുന്നത് അതോ കുമാരന്മാരാണോ എന്ന്. ബ്രഹ്മബാബയെ ഫോളോ ചെയ്യൂ. അപവിത്രതയുടെ പേരോ അടയാളമോ ഇല്ലാതിരിക്കുക. ബ്രാഹ്മണ ജീവിതം എന്നാൽ ഇതാണ്. മാതാക്കളിലും മോഹം ഉണ്ടെങ്കിൽ അപവിത്രതയാണ്. മാതാക്കളും ബ്രാഹ്മണരാണല്ലോ. അപ്പോൾ മാതാക്കളിൽ പാടില്ല, കുമാരിമാരിൽ പാടില്ല, കുമാരന്മാരിൽ പാടില്ല, അതർ കുമാരിമാരിൽ പാടില്ല. ബ്രാഹ്മണൻ എന്നാൽ തന്നെ പവിത്ര ആത്മാവ് എന്നാണ്.
അഥവാ അപവിത്രതയുടെ ഏതെങ്കിലും കാര്യം ഉണ്ടായാൽ തന്നെ ഇത് വലിയ പാപമാണ്. ഈ പാപത്തിനുള്ള ശിക്ഷ വളരെ കടുത്തതാണ്. ഇതൊക്കെ നടക്കുക തന്നെ ചെയ്യുന്നു, കുറച്ചൊക്കെ നടക്കുക തന്നെ ചെയ്യും എന്നും വിചാരിക്കരുത്, പാടില്ല. ഇത് ഫസ്റ്റ് സബ്ജക്റ്റാണ്. നവീനത തന്നെ പവിത്രതയുടേതാണ്. ബ്രഹ്മബാബ അഥവാ അപകീർത്തികൾ കേട്ടുവെങ്കിൽ അത് പവിത്രത കാരണമാണ്. സംഭവിച്ചു പോയി എന്നത് അനുവദനീയമല്ല. ഇതിൽ അലക്ഷ്യരാകാതിരിക്കൂ. ഏതൊരു ബ്രാഹ്മണനായാലും സറണ്ടറായാലും സേവാധാരിയായാലും പ്രവൃത്തിയിലുള്ളവരായാലും ഈ കാര്യത്തിൽ ധർമ്മരാജനും വിടുകയില്ല. ബ്രഹ്മബാബയും ധർമ്മരാജനോടൊപ്പം ചേരും. അതിനാൽ കുമാരിമാർ എവിടെയായിരുന്നാലും, മധുബനിലായിക്കൊള്ളട്ടെ സെൻറ്ററിലായിക്കൊള്ളട്ടെ, എന്നാൽ ഇതിൻ്റെ മുറിവ്, സങ്കല്പത്തിൽ പോലുമുള്ള മുറിവ് വളരെ വലിയ മുറിവാണ്. പവിത്ര മനസ്സ് വയ്ക്കൂ, പവിത്ര ശരീരം വയ്ക്കൂ എന്ന് ഗീതം പാടുന്നുണ്ടല്ലോ, താങ്കളുടെ ഗീതമുണ്ടല്ലോ. അപ്പോൾ മനസ്സ് പവിത്രമാണെങ്കിൽ ജീവിതം പവിത്രമാണ്. അല്പം ചെയ്താൽ എന്താണ് എന്ന് ഇതിൽ ലാഘവത്വം ഉള്ളവരാകരുത്. അല്പമല്ല, വളരെയധികമാണ്. ബാബ്ദാദ ഒഫീഷ്യലായി സൂചന നൽകുകയാണ്. ഇതിൽ രക്ഷിക്കുവാൻ സാധിക്കില്ല. ഇതിൻ്റെ കണക്ക് നല്ലവണ്ണം എടുക്കും, ആരായാലും ശരി. അതിനാൽ ജാഗ്രത, അറ്റൻഷൻ. എല്ലാവരും ശ്രദ്ധാപൂർവം കേട്ടുവോ? 2 കാതുകൾ തുറന്ന് കേൾക്കണം. വൃത്തിയിൽ പോലും ടച്ചിങ് പാടില്ല, ദൃഷ്ടിയിൽ പോലും ടച്ചിങ് പാടില്ല. സങ്കല്പത്തിലേ ഇല്ലെങ്കിൽ വൃത്തിയും ദൃഷ്ടിയും എന്താണ്? കാരണം സമയം സമ്പന്നതയുടെ സമീപം വന്നുകൊണ്ടിരിക്കുകയാണ്. തീർത്തും പ്യുവർ ആകാനുള്ളതാണ്. അതിൽ ഈ വസ്തു പൂർണ്ണമായും വെള്ള കടലാസിലെ കറുത്ത അടയാളമാണ്. ശരി, എല്ലാവരും എവിടെ നിന്നെല്ലാം വന്നിരിക്കുന്നുവോ? എല്ലാ ഭാഗത്തു നിന്നും വന്ന കുട്ടികൾക്ക് ആശംസകൾ. ശരി, മനസ്സിനെ ഓർഡർ അനുസരിച്ച് നടത്തിക്കൂ. സെക്കൻഡിൽ എവിടെ ആഗ്രഹിക്കുന്നു അവിടെ മനസ്സ് ചേരണം, നിലനിൽക്കണം. ഈ എക്സസൈസ് ചെയ്യൂ. ഡ്രിൽ. ശരി, പല സ്ഥാനത്തും കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഓർമ്മിക്കുകയും ചെയ്തുകൊണ്ടും ഇരിക്കുന്നു, കേട്ടുകൊണ്ടും ഇരിക്കുന്നു. ഇത് കേട്ട് സന്തോഷിക്കുകയും ചെയ്യുന്നു. സയൻസിൻ്റെ സാധനങ്ങൾ വാസ്തവത്തിൽ കുട്ടികളായ താങ്കൾക്ക് സുഖദായിയാണ്. 4 ഭാഗത്തുമുള്ള സർവ ഖജനാവുകൾ കൊണ്ടും സദാ സമ്പന്നമായ കുട്ടികൾക്ക്, സദാ ഭാഗ്യശാലികൾക്ക്, പ്രസന്ന മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും സന്തോഷത്തിൻ്റെ അഞ്ജലി നൽകുന്ന വിശ്വമംഗളകാരി കുട്ടികൾക്ക്, സദാ മനസ്സിൻ്റെ അധികാരിയായി ഏകാഗ്രതയുടെ ശക്തിയിലൂടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന മൻജീത്തും ജഗജ്ജീത്തുമായ കുട്ടികൾക്ക്, സദാ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷതയായ പവിത്രതയുടെ പേഴ്സണാലിറ്റിയിലിരിക്കുന്ന പവിത്ര ബ്രാഹ്മണ ആത്മാക്കൾക്ക്, സദാ ഡബിൾ ലൈറ്റായി ഫരിസ്ത ജീവിതത്തിൽ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യുന്നവർക്ക്, ഇങ്ങനെയുള്ള ബ്രഹ്മബാബയ്ക്ക് സമാനരായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. 4 ഭാഗത്തും കേട്ടുകൊണ്ടിരിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്ന സർവ കുട്ടികൾക്കും വളരെ വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങൾ സഹിതം സ്നേഹസ്മരണകൾ. സർവർക്കും നമസ്തേ. വരദാനം. സാകാര ബാബയെ ഫോളോ ചെയ്ത് നമ്പർ 1 നേടുന്ന സമ്പൂർണ്ണ ഫരിസ്തയായി ഭവിക്കട്ടെ. നമ്പർ 1 വരുന്നതിൻ്റെ സഹജ ഉപാധിയാണ് ബ്രഹ്മബാബ. നമ്പർ 1 ആണ്. ആ 1 നോക്കൂ. അനേകരെ നോക്കുന്നതിന് പകരം ഒന്നിനെ നോക്കൂ, ഒന്നിനെ ഫോളോ ചെയ്യൂ. നമ്മൾ തന്നെയാണ് ഫരിസ്ത എന്ന മന്ത്രം ഉറപ്പിക്കൂ. അപ്പോൾ അന്തരം ഇല്ലാതാകും. പിന്നെ സയൻസിൻ്റെ യന്ത്രം അതിൻ്റെ കാര്യം ആരംഭിക്കും. സമ്പൂർണ്ണ ഫരിസ്തയായ താങ്കൾ ദേവതയായി പുതിയ ലോകത്തിൽ അവതരിക്കും.
അപ്പോൾ സമ്പൂർണ്ണ ഫരിസ്തയാവുക എന്നാൽ സാകാര ബാബയെ ഫോളോ ചെയ്യുക എന്നർത്ഥം. സ്ലോഗൻ: മാന്യതയുടെ ത്യാഗത്തിൽ സർവരാലും മാനിക്കപ്പെടുന്നവരാകുന്നതിൻ്റെ ഭാഗ്യം അടങ്ങിയിട്ടുണ്ട്. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. ഏതുപോലെ ബാബ്ദാദയ്ക്ക് ദയ തോന്നുന്നുവോ അതേപോലെ കുട്ടികളായ താങ്കളും മാസ്റ്റർ ദയാഹൃദയരായി മനസ്സ തൻ്റെ വൃത്തി കൊണ്ട് വായുമണ്ഡലത്തിലൂടെ ആത്മാക്കൾക്ക് ബാബയിലൂടെ ലഭിച്ച ശക്തികൾ നൽകൂ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുഴുവൻ വിശ്വത്തിൻ്റെയും സേവനം പൂർത്തിയാക്കുകയും തത്വങ്ങൾ സഹിതം എല്ലാത്തിനെയും പാവനമാക്കുകയും ചെയ്യണം എന്നിരിക്കെ തീവ്രഗതിയോടെ സേവനം ചെയ്യൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ശാന്തി സാഗരമായ ബാബയുമായി കമ്പൈൻഡായി ഇരിക്കുമ്പോൾ ഞാൻ മാസ്റ്റർ ശാന്തി സാഗരമായി മാറുന്നു. ഈ അവസ്ഥയിൽ എൻ്റെ ചിത്തം പരിപൂർണ ശാന്തതയിലാണ്. വിശ്വത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ശാന്തിയുടെ അവതാരമായി മാറുന്നു. ഞാൻ എൻ്റെ ശക്തിശാലി വൃത്തിയിലൂടെ ശാന്തിയുടെ വൈബ്രേഷൻസ് വിശ്വത്തിലെ വ്യാപിപ്പിക്കുകയാണ്. അതിലൂടെ ശാന്തിയുടെ വായുമണ്ഡലം ഈ വിശ്വത്തിൽ രചിക്കപ്പെടുന്നു. ശാന്തിയുടെ സാഗരമായ ബാബയുമായി കമ്പൈൻഡ് ആയിരുന്ന ശാന്തിയുടെ കിരണങ്ങൾ വിശ്വത്തിലേക്ക് അയക്കുമ്പോൾ അശാന്തരായ ആ ആത്മാക്കളുടെ വൃത്തി പരിവർത്തനപ്പെടുകയാണ്. അവരുടെ ചിത്തത്തിൽ ശാന്തത നിറയുകയാണ്. അവരും സ്വധർമ്മമായ ശാന്തതയിൽ സ്ഥിതി ചെയ്യുകയാണ്.